പരിശുദ്ധ അമ്മയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കൂ. ഉറപ്പായും കുടുംബത്തിൽ മാറ്റമുണ്ടാകും. ബൈബിൾ അടിസ്ഥാനത്തിൽ നമുക്കതൊന്ന് ചിന്തിക്കാം. ഈശോ തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും കാൽവരിയിൽ തൻ്റെ കുരിശിൻ്റെ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് തൻ്റെ അമ്മയെ ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായി യോഹന്നാന് നൽകിയത്. ഇതാ നിന്റെ അമ്മ. ഇതായിരുന്നു ഈശോയുടെ വാഗ്ദാനം. അതുകൊണ്ട് ഈശോയുടെ അമ്മയും ഈശോയുടെ ശിഷ്യനും പരസ്പരം ചേർന്ന് നിൽക്കേണ്ടവരാണ്. അവർ അകന്നു നിൽക്കേണ്ടവരല്ല. അമ്മയും ശിഷ്യനും അടുത്ത് നിന്നപ്പോഴാണ് ഈശോ മാതാവിനെ നൽകിയതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈശോയെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ മറിയത്തെ ബഹുമാനിക്കേണ്ടതുണ്ട്. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് പരിശുദ്ധ മറിയം. വാഗ്ദാന പേടകത്തിന് മുൻപിൽ യഹൂദന്മാർ കുമ്പിട്ട് ആരാധിച്ചിരുന്നു. സാധാരണ പുരോഹിതന്മാർക്ക് അവിടെ കയറി ചെല്ലാൻ അനുവാദമുണ്ടായിരുന്നില്ല. അതിപ്രധാന പുരോഹിതന് വർഷത്തിലൊരിക്കൽ മാത്രമേ വാഗ്ദാന പേടകത്തിന്റെ അടുക്കൽ ചെല്ലാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് ശ്രേഷ്ഠമായ പദവിയും ബഹുമാനവുമാണ് പഴയ നിയമത്തിൽ വാഗ്ദാന പേടകത്തിന് നൽകിയിരിക്കുന്നത്. വാഗ്ദാന പേടകത്തിന്റെ സൗന്ദര്യം കണ്ടിട്ടായിരുന്നില്ല യഹൂദന്മാർ അതിനെ വണങ്ങിയിരുന്നത്. മറിച്ച് വാഗ്ദാന പേടകത്തിൽ ദൈവ സാന്നിധ്യമുള്ളതുകൊണ്ടാണ് യഹൂദന്മാർ അതിനെ വണങ്ങിയിരുന്നത്. 10 പ്രമാണം, മന്ന, അഹ്റോന്റെ തളിർത്ത വടി എന്നിവയാണ് വാഗ്ദാന പേടകത്തിൽ ഉണ്ടായിരുന്നത്. യഥാർത്ഥ പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്ന അടയാളമാണ് അഹ്റോന്റെ തളിർത്ത വടി. വാഗ്ദാന പേടകത്തിന്റെ ബാഹ്യമായ സൗന്ദര്യം കണക്കിലെടുത്തായിരുന്നില്ല യഹൂദന്മാർ അതിനെ വണങ്ങിയിരുന്നത്. മറിച്ച് മേൽപ്പറഞ്ഞവ അതിന്റെ ഉള്ളിൽ അടങ്ങിയിരുന്നതുകൊണ്ടാണ് അതിനെ വണങ്ങിയിരുന്നത്. മറിയത്തെ എന്തിനാണ് കുമ്പിടുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വണങ്ങുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതാണ്: പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമാണ് മറിയം. ഈശോയുടെ ജനനവാർത്തയറിഞ്ഞ് ജ്ഞാനികൾ എത്തുമ്പോൾ ഈശോയെ അമ്മയായ മറിയത്തോടൊപ്പം കുമ്പിട്ടു വണങ്ങിയെന്നാണ് നാം ബൈബിളിൽ വായിക്കുന്നത്. കന്യാമറിയത്തിന്റെ ഉള്ളിൽ വചനമായ ഈശോ, വചനമായ അപ്പം പിറന്നു വീണതുകൊണ്ടാണ് അമ്മയെ നമ്മൾ വണങ്ങുന്നത്. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ അമ്മയായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ വലിയ മാറ്റമുണ്ടാകും. പരിശുദ്ധ മറിയം കടന്നു ചെന്ന 5 വീടുകളെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. നസ്രത്തിലെ വീട്, സക്കറിയായുടെ വീട്, കാനായിലെ വീട്, സെഹിയോൻ മാളിക. ഈ വീടുകളെക്കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലാകുമ്പോഴും നാം ശ്രദ്ധിക്കാത്ത ഒരു വീടുണ്ട്. അത് യോഹന്നാന്റെ വീടാണ്. അന്നു മുതൽ, അതായത് ഈശോ യോഹന്നാന് മറിയത്തെ ഏൽപ്പിച്ചു കൊടുത്ത അന്നു മുതൽ ആ ശിഷ്യൻ അമ്മയെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചതായി നാം വായിക്കുന്നു. ഈ 5 വീടുകളിലും അമ്മ കാതലായ മാറ്റം വരുത്തി. അമ്മ കയറി ചെല്ലുന്ന എല്ലാ വീടുകളിലും മാറ്റമുണ്ടായി. അമ്മ കടന്നു വരേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകൾ, അല്ലേ? അമ്മ താമസിച്ച നസ്രത്തിലെ വീട് നശിച്ചു പോയിട്ടില്ല. സക്കറിയായുടെ വീട് അഭിഷേകപൂരിതമായി. കാനായിലെ വീട് ചരിത്രത്തിന്റെ ഭാഗമായി. സെഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞു. മറിയം കടന്നു ചെല്ലുന്ന ഒരു വീടും നശിച്ചിട്ടില്ല. പരിശുദ്ധ മറിയം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സംഭവിക്കുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് മറിയത്തെ നമ്മുടെ വീടുകളിലേക്ക് ക്ഷണിക്കാം. മറിയം കടന്നു വരുന്നതോടെ നമ്മുടെ വീടുകളിൽ മാറ്റമുണ്ടാകും, അഭിഷേകമുണ്ടാകും. അതിനാൽ മറിയത്തെ ഓരോരുത്തരും സ്വഭവനങ്ങളിൽ തങ്ങളുടെ അമ്മയായി സ്വീകരിക്കുക.